നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരും. നിലവിലെ ജനറൽ സെക്രട്ടറി ബി രാകേഷാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നത്. 14 അംഗ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ 20 ഭാരവാഹികൾക്കായാണ് KFPAയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സൈഫുനിസ അലിയാർ ചേർന്നു വിവരങ്ങളുമായി. സൈഫുനിസ, സാന്ദ്ര തോമസിന്റെ ഹർജിയിൽ കഴിഞ്ഞ ദിവസം വിധി പറയാനായി വാദം കേട്ട ശേഷം കോടതി കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് മത്സര രംഗത്തുള്ളത്? ഒരു അന്തിമ ചിത്രം വ്യക്തമായോ? ലക്ഷ്മി പത്മ, മത്സര ചിത്രം ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ പൂർണ്ണമായും വ്യക്തമാവുകയുള്ളൂ. എങ്കിലും നിലവിലെ സ്ഥിതി അനുസരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാകേഷും സജി നന്ദിയാട്ടും തമ്മിലാണ് മത്സരം നടക്കുന്നത്. രാകേഷ് നിലവിലെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഇത്തവണ രാകേഷ് മത്സരിക്കുന്നത്. ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായ സജി നന്ദിയാട്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. സജി നന്ദിയാട്ട് പല സ്ഥാനങ്ങളിലേക്കും ഈ പത്രിക നൽകിയിട്ടുണ്ടെങ്കിലും ചിലതെങ്കിലും ഇന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടോട് കൂടി ഒരു സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോളും ഒപ്പം തന്നെ സന്ദീപ് സേനനും ആനന്ദ് പയ്യന്നൂരുമാണ് മത്സരിക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വാശിയേറിയ മത്സരം നടക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിനയൻ, ലിസ്റ്റിൻ സ്റ്റീഫൻ, ഒപ്പം തന്നെ കലിയൂർ ശശി, ഇവർ 3 പേരുമാണ് മത്സര രംഗത്തുള്ളത്. മറ്റു ആൾക്കാരുമുണ്ട്. പക്ഷേ പ്രധാനമായും മത്സരം ഇവർ 3 പേരും തമ്മിലാണ്. വിനയൻ ഏറെക്കാലത്തിന് ശേഷം ഒരു മത്സര രംഗത്തേക്ക് സിനിമാ സംഘടനകളുടെ ഒരു മത്സര രംഗത്തേക്ക് കൂടി വന്നിരിക്കുകയാണ്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹംസയും ആൽവിൻ ആന്റണിയും വിശാഖ് സുബ്രഹ്മണ്യനുമാണ് മത്സരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് മഹാസുബൈറും സജി നന്ദിയാട്ടുമുണ്ട്. ഇതിൽ ആരൊക്കെ ഇന്ന് പത്രിക പിൻവലിക്കുമെന്നുള്ളത് വൈകിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 14 പേർ വേണ്ടിയിടത്തേക്ക് 29 പേർ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ 3 പേർ സ്ത്രീകളാണ്. മൊത്തം 20 സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റ് ഒരാൾ, വൈസ് പ്രസിഡന്റ് 2 പേര്, സെക്രട്ടറി, ട്രഷറർ, ഒപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി എന്നിവ ഓരോരുത്തരും. അങ്ങനെ 20 സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14-ന് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. സാന്ദ്ര തോമസിന്റെ കേസ് ഈ മാസം 11-ന് പരിഗണിക്കുകയും അതിലെന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നിർണായകമാണ്. സൈഫുനിസ അലിയാർ, കൊച്ചിയിൽ.